ആരാ ഒരിക്കലും ഒരു പെണ്ണുങ്ങള് വേണമെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ടാ? നിങ്ങളെ മോനെ വിളിച്ചു. അതെയാ? എന്നാ ഞാൻ നിങ്ങളെ മോനിലെ ഗൾഫിലേ അങ്ങനെ വിളിച്ച് നമ്മളിങ്ങനെ നമ്പർ കൊടുക്കും. അപ്പൊ അവര് ഇങ്ങനെ വിളിച്ചിട്ടായിരുന്നു. പോലുണ്ട് അങ്ങനെ എല്ലാവരും? ആ പോലുണ്ട്. പോലില്ലേ? ആ ജോലിക്ക് മോനെന്നാണ് പണി? മോന് കുഴപ്പമില്ല, നല്ല പണി തന്നെയാണ്. അനക്ക് നടു ഒരു പൊടി അങ്ങിക്കൂടാ. അനക്കാണ് കാല് വേദനയും നടുവേദനയും എല്ലാം തന്നെ. ഒന്നും പണിയെടുക്കാൻ കഴിയില്ല. എന്നിട്ടാക്കാൻ പറഞ്ഞു. ഭക്ഷണം എല്ലാം ആക്കേണ്ടി വരും അല്ലേ? ഭക്ഷണം ആക്കണം, അലക്കണം, തുടക്കണം, പണിയുന്നുണ്ട്. ആദ്യം ഒരു പണി എടുക്ക്. ആദ്യം ഈ തുണിയെല്ലാം ഒന്ന് മടക്കി വെക്കണം. ആദ്യം മടക്കിയെല്ലാം വെക്കട്ടെ, എന്നിട്ട് മടക്കെല്ലാം നിണ്ട് നോക്കട്ടെ കേട്ടാ. ആ തുണി മടക്കി വെക്ക്. ആദ്യത്തെ ആ പണി നോക്കട്ടെ, എന്നിട്ടില്ല നിർത്തിക്കലേ. കുറച്ച് ആടലാണ്. മറക്കണം പോയി പൈസ എത്ര തരുമോ? അങ്ങനെ തുറക്കണം കേട്ടാ. തുറക്കുന്ന സാധനം ഇല്ലേ? ഇല്ലില്ല, അതിനെ കൊണ്ട് തുറച്ചാലും വൃത്തിയാവില്ല. ഇതാകുമ്പോ തുണിയാകുമ്പോ നല്ല വൃത്തിയിലെല്ലാം മൂലിയും ഇതാവും. അഞ്ചാറാള് വന്നില്ല. എടുക്കുന്ന പണി വൃത്തിയില്ല. കൊള്ളിയിലാണ്. എങ്ങനെയാണ് അപ്പൊ ഇതിനെ നടക്കേണ്ടത്? ഇത് പണ്ടത്തെ ഇതാണല്ല തുറപ്പിക്കല്. എന്നിട്ട് അവർക്ക് അതങ്ങ് അടിച്ചു വായേ അറിയോ കേട്ടാ. മണ്ണാമ്മയെല്ലാം കളയാണേ ആ തട്ടി. അത് കാല് തന്നെ മണിക്കൂടപ്പാ വരാപ്പാ. നിങ്ങൾ ഏതെങ്കിലും ഒരു പണി എടുക്കാൻ പറഞ്ഞ 2 ഗ്ലാസ് ചായ വെക്കാൻ. ഞാൻ പറഞ്ഞ പാടെ തുണി വളക്കാൻ പറഞ്ഞു. തുണി പകുതി വളക്കുമ്പോഴത്തേക്ക് തുറക്കാൻ പറഞ്ഞു. എന്നാലും ഒരു പണിയെടുത്ത് ഞാൻ ഒന്ന് എടുത്ത് തീരട്ടില്ലേ? എന്നിട്ടാകുമ്പോ ഒരു ഗ്ലാസ് ചായയും വെക്കണം. നമുക്ക് കുടിക്കാൻ 2 ഗ്ലാസ് ചായ വെക്കണം കേട്ടാ. ചായ ചോറിന്റെ വഴി നോക്കണം. ചോറ് വെക്കണ്ടേ? ചായപ്പൊടി പഞ്ചസാരയുടെ അതിന്റെ മേലെ വെച്ചിട്ട് പാലുകൾ ഇതിലുണ്ട്. എന്നെ എനിക്കൂല വന്നതെല്ലാം പോയിട്ടുണ്ടാവുക. വണ്ടിയൊന്നല്ല പോയിട്ടുണ്ടാവുക. 4-5 വന്നിട്ട് പിന്നെ ഇത് 100 പണി വേഗം വന്നിട്ട് എടുപ്പിച്ചു. ഇതെന്ത് എന്ത് പണിയെടുപ്പിക്കാൻ? അപ്പൊ ഇത് എടുക്കാൻ പണിയെടുക്കാൻ കഴിയില്ല. മാച്ചി ഞാൻ പോവുക. നമുക്ക് നിങ്ങളെ പണിയും വേണ്ട പൈസയും വേണ്ട. അതെന്താ പോലെ അങ്ങനെ പറയുന്നത്? വീട്ടില് പണിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ 2 ദിവസം കൊണ്ട് ബാക്കി ഉണ്ടാവില്ല. എനിക്ക് വേണ്ട ഇങ്ങനെ പൈസ. എന്നാ പണി എടുത്തത്?